നേരത്തെ SDGയുടെ വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞ പോലെ ശരിയ വൈറ്റ് വാഷിംഗ് എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. സോ അതില് RBI മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അതിന് പ്രത്യേകം ഒരു കമ്മിറ്റി വെക്കുകയും അവര് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പറ്റുമെന്ന് പറഞ്ഞത് പിന്നെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ ഫീസിബിൾ അല്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവസാനം അവരെത്തുക. ഇസ്ലാമിക് ബാങ്കിന് മാത്രം ഉള്ള കാര്യമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ ബിസിനസ്സുകളൊക്കെ ശരിയാ വാല്യൂസിനോട് ടീച്ചിങ്സിനോട് അലൈൻ ചെയ്തിട്ടാണോ പോകുന്നത് എന്ന് ആരാ നോക്കുന്നത്? ഇസ്ലാമിക് ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പലിശ എന്നുള്ള ഒരു ഫാക്ടർ ഇസ്ലാമിക് ഫൈനാൻസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രൊഹിബിറ്റഡ് ആണ്. എന്നാൽ കൺവെൻഷണൽ ഫൈനാൻസിങ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് പലിശയാണ്. അപ്പോൾ ഈ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രമല്ല, ഇവരെങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ഇസ്ലാമിക് ബാങ്കുകളാകട്ടെ അല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാകട്ടെ. ഇസ്ലാമിക് ബാങ്കുകൾ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് വാലിഡാണ്. ഇസ്ലാമിക് ബാങ്ക് ഒരിക്കലും എന്തല്ല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇസ്ലാമിക് ബാങ്ക്സ് ശരിക്ക് ഈ കൺവെൻഷണൽ സാധനങ്ങളുടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാണ്. ഇസ്ലാമിക് ടീച്ചിങ്സിലൂടെ അതുപോലെ തന്നെ ഇസ്ലാമിക് കോൺട്രാക്റ്റുകളിലൂടെ സൊല്യൂഷൻ കൊണ്ടുവരാണ് ശരിക്കും ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ആയത്ത് തന്നെ ഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമൽ റിബ, വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ ട്രേഡ് ബിസിനസ് അതിന് അല്ലാഹു തആല അനുമതിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലിശ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പല സ്കോളേഴ്സും അല്ലെങ്കിൽ ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ റീഡ് ചെയ്തിട്ടുള്ളത് ലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഇസ്ലാമിക് ടീച്ചിങ്സിനോടൊക്കെ അലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് കോംപ്ലൈ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ അനുവദനീയമാണ്, അല്ലാത്തത് ഹറാമാണ് എന്നുള്ളതാണ് ആ ഒരു ആയത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ കണ്ടംപററി സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫൈനാൻസ് സ്കോളേഴ്സ്. അപ്പോൾ അതിൽ ഹല്ലല്ലാഹുൽ ബൈഅ കച്ചവടം അനുവദനമാക്കി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷന് ഇപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. 1963 ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്ക്സ് എന്ന് പറയുന്ന ഇത് വരുന്നത്. നജ്ജാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്ഷ്യൻ അഹമ്മദ് നജ്ജാർ ഈജിപ്തിൽ എന്ത് ചെയ്യുന്നത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിങ് മെക്കാനിസം ആയിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് മെക്കാനിസം ആയിരുന്നു. അപ്പോൾ ഇസ്ലാമിൽ ഒരുപാട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇപ്പം ഈ അടുത്ത് ഞാനൊരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവന് ഭയങ്കര സംശയം, ഇസ്ലാമിൽ ഇപ്പോൾ നമ്മളെ ഈ ഡെയിലി ലൈഫിൽ കച്ചവടത്തിൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം ഇന്ന് കാണുന്ന ഒരുപാട് കച്ചവടങ്ങളുണ്ടോ, അതിനൊക്കെ കൃത്യമായിട്ട് ഇസ്ലാമിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. അവന് വിചാരിച്ചിട്ടുള്ളത് ഇസ്ലാമി നിസ്കാരം നോമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വേർഷിപ്പ് ഇബാദത്തുകൾ അത് മാത്രമാണെന്നുള്ളതാണ്. പക്ഷെ അതല്ല ശരിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ പോലെ താജിറായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഫുൾ വാല്യൂസ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലെ ഒരു ശരിയായ വശം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് കച്ചവടത്തെയാണ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൺവെൻഷണൽ ബാങ്കിൽ നമുക്ക് ഒരു കാറ് ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ബാങ്കിനെ സമീപിക്കും, ബാങ്ക് കാറ് വാങ്ങാനുള്ള പണം നൽകും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാറ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാറിൻ്റെ ഏതാണോ നമ്മളെ കാറ്, ഇപ്പോൾ നമുക്ക് ടൊയോട്ടൻ്റെ കാറ് വേണമെന്നുണ്ടെങ്കിൽ ടൊയോട്ട കമ്പനിയിൽ പോകും, നമ്മൾ കാറ് വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യണം, നമുക്കൊരു ഫൈനാൻഷ്യറെ കണ്ടെത്തണം. നമുക്ക് ഫുൾ പേയ്മെൻറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു ഫൈനാൻഷ്യറെ കണ്ടെത്തുന്നു. അങ്ങനെ ബാങ്കൊക്കെ ഈ കമ്പനി തന്നെ അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് നമുക്ക് പകരം ബാങ്കിന് പണം കൊടുക്കുന്നു. നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ആരുമായിട്ടാണ് ഇടപാടുള്ളത്, ബാങ്കുമായിട്ട്. നമ്മൾ സാധനം വാങ്ങി പോരുന്നു, നമുക്ക് പകരമായിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു, പണം നൽകുന്നു. സ്വാഭാവികമായിട്ടും നമ്മളും പിന്നെ ബാങ്കും ആണ് ഇനി ഫൈനാൻഷ്യൽ ഇടപാടുകളുള്ളത്. ഇവരായിട്ടുള്ള ഇടപാടുകൾ എന്ത് ചെയ്തു, അതോടുകൂടി തീർന്നിട്ടുണ്ട്. ഈ ഫൈനാൻഷ്യൽ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. പിന്നെ ബാങ്ക് എന്ത് ചെയ്യാണ്, പ്ലസ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ 5 ലക്ഷത്തിന്റെ സാധനം പ്ലസ് 12% 8% ഒക്കെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ റീപേയ്മെന്റ് ചെയ്യേണ്ടത്. അതാണ് അതിലുള്ള ഒരു ഇഷ്യൂ.
ഇതിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് മുറാബഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. മുറാബഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഇതിലിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, കൺവെൻഷണൽ സാധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് ഒരു തേർഡ് പാർട്ടി അതിൽ ഇൻവോൾവ് ചെയ്യുകയും തേർഡ് പാർട്ടി നമുക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയും പിന്നെ നമ്മളും അവരും തമ്മിലുള്ള ഒരു ബന്ധം കടമിടപാടാവുകയും ആ കടത്തിന് കൂടുതലായിട്ട് അവർ ചാർജ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇസ്ലാമിക് ബാങ്കിങ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുറാബഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. മുറാബഹ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പം ഞാൻ ഒരു സാധനം വാങ്ങിയിട്ട് 1,00,000 രൂപയുടെ ഒരു സാധനം വാങ്ങിയിട്ട് അതിനെ പ്ലസ് പ്രോഫിറ്റ് ആക്കിയിട്ട് വിൽക്കുക. അതായത് എൻ്റെ കയ്യിലേക്ക് ഓണർഷിപ്പ് ഉള്ള ഒരു സാധനം ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് വിൽക്കുന്നതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. ആ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത് ശരിക്ക് ഇസ്ലാമിക് ബാങ്കിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ബാങ്കിൽ പോകുന്നു, അതോടുകൂടെ നമ്മൾ ഈ കാർ കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വേണ്ട കാർ എന്ത് ചെയ്യുന്നു, ബാങ്ക് വാങ്ങുന്നു. ബാങ്ക് ഫുൾ ഓണർഷിപ്പ് ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഗതിയാണ് റിസ്ക് ഷെയറിങ്. കൺവെൻഷണൽ ബാങ്കിങ്ങിലുള്ളത് റിസ്ക് ഷിഫ്റ്റിംഗ് ആണ്. റിസ്ക് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു റിസ്ക് എടുക്കാനാവില്ല. അവർ ഒക്കെ കസ്റ്റമേഴ്സിന്റെ ക്ലയൻസിന്റെ അവർക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, അവരാണ് ചെയ്യേണ്ടത്. ഇസ്ലാമിക് ബാങ്കിൽ ശരിക്ക് ഈ ഓണർഷിപ്പ് ബാങ്ക് വരുന്നതോടുകൂടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസ്കുകൾ വരികയാണ്. കൺവെൻഷനിൽ ആ റിസ്കുകൾ വരുന്നില്ല. കാരണം ആ ബാങ്ക് പിന്നെ കാറിന് എന്തെങ്കിലും പറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ അങ്ങനെയുള്ള ഒരുപാട് റിസ്ക് എലമെന്റ്സുകൾ ഈ ബാങ്കിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ റിസ്ക് എലമെന്റ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ബാങ്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുന്നത്, ആളുകളിലേക്ക് വിൽക്കുന്നത്. അപ്പോൾ ഈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിലൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ മുഷാറക്ക എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ഇസ്ലാമിക് ഫൈനാൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. മുദാറബ ഉണ്ടാക്കുന്നുണ്ട്. ഇജാറ മുൻതഹിബി തംലീക്ക് ഉണ്ട്, സലം ഉണ്ട്, ഇസ്തിസ്നാ ഉണ്ട്, അർബൂൻ ഉണ്ട്, ഹാമിഷ് ജിദ്ദി ഉണ്ട്. അങ്ങനെ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഇസ്ലാമിക് കോൺട്രാക്റ്റുകൾ ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനുണ്ടായിരുന്ന കോൺട്രാക്റ്റുകളായിരുന്നു അത്. ഇന്നൊരു ബാങ്കിങ് സിസ്റ്റം പോലെയൊക്കെ വളർന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അത്തരം കോൺട്രാക്റ്റുകൾ ഒരു ബാങ്കിങ് കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ലീഗലൈസ് ചെയ്തു. അതിലൂടെ അങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ബാങ്കിലുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഒരു ആൾട്ടർനേറ്റീവ് ഇസ്ലാമിക് ബാങ്കിങ്ങിലും ഉണ്ട്. അതെ. ഇതിൽ ഇസ്ലാമിക് ബാങ്കിങ്ങളിൽ പലിശക്ക് പകരമായിട്ടുള്ള ഒരു ലൈറ്റ് പേയ്മെന്റ് പോലത്തെ എന്താണുള്ളത്? ശരിക്ക് ഇപ്പോൾ ഈ പലിശ വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ലോണ് വാങ്ങുന്നത് ഒരു കടമിടപാടായതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രാ പേയ്മെന്റ് ഡിഫേർട്ട് നടത്തി കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെന്റ് ആഡ് ചെയ്യാൻ ശരിക്കും പറ്റൂല. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പറ്റൂല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ഇതൊരു ബാങ്കിങ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോർമലി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി പേയ്മെന്റ് നടത്തുമ്പോൾ ഡിഫോൾട്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു ബാങ്കിങ് സിസ്റ്റം ആകുമ്പോൾ. കാരണം ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുറാബഹ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇജാറ മുൻതഹിയ ബിത്തംലീക്ക് ബേസ് ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യും, കാറുകൾ, ഹൗസ് ഫൈനാൻസിങ്ങുകളൊക്കെ നടത്തും. അപ്പം ഇങ്ങനെ നടത്തിയ സമയത്ത് ഇസ്ലാമിക് ബാങ്കിൽ ഇങ്ങനെ ഒരു റീപേയ്മെന്റ് സമയത്ത് ഡിഫോൾട്ട് നടത്തിയാൽ അതിന് പ്രത്യേക ഹുക്കുമുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകം അതിന് പെനാൽറ്റികളോ അല്ലെങ്കിൽ ശിക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ശിക്ഷ ഇല്ലാന്ന് വെച്ചാൽ ഇതൊരു കടമിടപാടാണ്. അതിലിങ്ങനെ ഒരു സംഗതി ആഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇസ്ലാമിക് ടീച്ചിങ്സിനോട് എതിരാകും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ സ്കോളേഴ്സ് കുറച്ചു കാലം ഇസ്ലാമിക് ബാങ്കുകളൊക്കെ റൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ മലേഷ്യയിലെ ബാങ്ക് ഇസ്ലാം ബർഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്ക് ഉണ്ട്. 1983 മറ്റൊക്കെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവർ ഇങ്ങനെ പ്രത്യേകം ഡിഫാൾട്ട് വരുത്തുന്ന ആളുകൾക്ക് പ്രത്യേക പെനാൽറ്റി ഒന്നും ചാർജ് ചെയ്യാതെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ തന്നെയാണ് അബുദാബി ഇസ്ലാമിക് ബാങ്ക് അങ്ങനെയുള്ള മറ്റു ഇസ്ലാമിക് ബാങ്കുകളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ശരിയ വിഭാഗം ചീഫ് അഡ്വൈസറായിട്ടുണ്ടായിരുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ബാങ്ക് നഗാര മലേഷ്യയുടെ അല്ലെങ്കിൽ മലേഷ്യയുടെ സെൻട്രൽ ബാങ്കാണ് ബാങ്ക് നഗാര മലേഷ്യ. അവിടുത്തെ ഒരു സ്കോളർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ
ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ ഡിഫാൾട്ട് വരുന്ന ആളുകൾക്ക് പെനാൽറ്റി ചാർജ് ചെയ്യുന്നൊരു സംഗതി ഉണ്ടായത്, സാഹചര്യം എത്തുന്നത് എന്നുള്ളത്. ഈ ബാങ്ക് ഇസ്ലാമൊക്കെ ഒരുപാട് ആളുകൾ ബാങ്ക് ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്തു, ലോൺ എടുത്തു. ഇതുപോലെ ഹൗസ് ഫൈനാൻസിങ്, അതുപോലെ പേഴ്സണൽ ലോണിങ്ങിന് തവറുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും അവർ ഈ ലോൺ എടുത്തത് എന്ത് ചെയ്തു, കൺവെൻഷണൽ ഫൈനാൻസ് ബാങ്കിലെ ലോൺ വീട്ടാനും മറ്റൊക്കെ ഉപയോഗിച്ചു. കാരണം ഇവിടെ കറക്റ്റ് സമയത്ത് തിരിച്ചടക്കണം എന്നില്ലല്ലോ, ഇവിടെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബാങ്ക്രപ്റ്റസിയിലേക്ക് വരെ എത്തി. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ബാങ്കിങ് സിറ്റുവേഷനെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അതായത് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ആളുകൾ ഡിഫാൾട്ട് വരുത്തുന്നതിനാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയാം. അപ്പോൾ ഈ ക്രെഡിറ്റ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ പുറത്താണ് തഖ്വീദ് ഖറാമ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ തഅവീദ് ഖറാമ എന്ന് പറഞ്ഞാൽ, തഅവീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ എന്താണോ നഷ്ടം വന്നിട്ടുള്ളത് ആ നഷ്ടം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലയൻസിൽ നിന്ന് കസ്റ്റമേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. ഖറാമയിൽ നിന്ന് വേണമെങ്കിൽ അതിന് കൂടുതലും എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. അതാണ് അത് തമ്മിലുള്ള കീ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ GCC കൺട്രീസുകളിലൊക്കെ 2005 ശേഷമൊക്കെ തഅവീദ് ഖറാമ അവർ സ്വീകരിക്കൂല, തഅവീദ് അവർ സ്വീകരിക്കും. പക്ഷെ തഅവീദ് അവർ സ്വീകരിച്ചാലും ബാങ്കിൻ്റെ ആവശ്യത്തിന് അവർ ഉപയോഗിക്കില്ല, ചാരിറ്റിയിലേക്ക് അവർ ഡൊണേറ്റ് ചെയ്യും. അതാണ് തഅവീദ്. പക്ഷെ മലേഷ്യയിൽ കുറച്ചും കൂടിയൊക്കെ ആ വിഷയത്തിൽ, അതായത് ഇതിൽ കുറച്ചുകൂടിയൊക്കെ ബാങ്കിങ് സസ്റ്റൈനബിലിറ്റി, ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, തഅവീദ് ഖറാമ എന്ന് പറഞ്ഞിട്ടുള്ള പെനാൽറ്റി ക്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതിൽ ഒരുപാട് ശരിയാ സ്കോളേഴ്സിന് അതിലെന്തുണ്ട്, ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ട്. കാരണം അത് ആഡ് ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഒപ്പീനിയൻസ് ഉണ്ട്. പക്ഷേ അതൊരു ബാങ്കിങ് കോണ്ടെക്സ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു റിസ്ക് മിറ്റിഗേഷൻ ടൂളായിട്ട് അത് ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്ക്സ് എന്ത് ചെയ്യും, അത് തകരും. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി തകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസ്ലഹത്ത് കണ്ടിട്ടാണ് പുതിയ കാലത്തെ പണ്ഡിതന്മാർ തഅവീദ് ഒക്കെ ആഡ് ചെയ്യാം. തഅവീദ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അത് കൺവെൻഷണൽ ബാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു മാസം ഡിഫാൾട്ട് വരുത്തി, സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് മന്ത് നമ്മൾ ഇതിൻ്റെ ഡബിൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇസ്ലാമിക് ബാങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. അത് എത്രയാണ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പുറത്തുള്ള ഒരു ചാരിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അതും ബാങ്കിന്റെ ബെനിഫിറ്റിലേക്ക് എടുക്കൂല, പുറത്തുള്ള ഒരു ചാരിറ്റിയിലേക്കാണ് ഡൊണേറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം അവിടെ നമ്മൾ കടത്തിന്റെ ഒരു ഇടപാടിൽ പറഞ്ഞല്ലോ, മുക്കരിലിന് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ടീഷൻ. അപ്പോൾ ഇത് മുക്കരിലിന് വരുന്നില്ല. അതേസമയം ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ള ഒരു മസ്ലഹത്ത് കണ്ടിട്ടാണ് സ്കോളേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നിട്ടുള്ളത്. അത് വളരെ ശേഷമാണ്. ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ തുടക്കത്തിലൊന്നും അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. വന്നപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസ്ക് മിറ്റിഗേഷൻ ടൂൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ ഇസ്ലാമിക് ബാങ്കുകൾ എങ്ങനെയാണ് ഈ കൺവെൻഷണൽ ബാങ്കോട് കോമ്പീറ്റ് ചെയ്ത് നിലനിൽക്കുന്നത്? ഇസ്ലാമിക് ബാങ്കുകൾ കൺവെൻഷണൽ ബാങ്കോട് കോമ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ അതിനെ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലോ മറ്റോ ഒക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിലുള്ള ഫെസിലിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ബാങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഇസ്ലാമിക് ബാങ്ക് അഡീഷണൽ റിസ്ക് പലതിലും എടുക്കുന്നുണ്ട്. കാരണം ഈ ഓണർഷിപ്പ് പോലെയുള്ള മറ്റു റിസ്കുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും ചില പ്രോഡക്റ്റുകൾ ഒക്കെ. അതേസമയം മലേഷ്യയിലും മറ്റുമൊക്കെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ബാങ്ക്. പിന്നെ ഈ കോൺട്രാക്റ്റുകൾ മാത്രമല്ല ശരിക്കും ഇസ്ലാമിക് ബാങ്ക്, ഈ മുലാറബ മുഷാറക്ക എന്നുള്ള കോൺട്രാക്റ്റുകൾ മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ ഇസ്ലാമിക് ബാങ്കുകൾ തന്നെ ഈ ഒരു സൊസൈറ്റി വെൽബീയിങ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വെൽബീയിങ് ഒക്കെ ഇൻഹെറിറ്റ്ലി അവരെന്ത് ചെയ്യണം, സ്ഥാപിച്ചെടുക്കണം. ഇപ്പോൾ മലേഷ്യയിലൊക്കെ വാല്യൂ ബേസ്ഡ് ഇൻ്റർമീഡിയേഷനാണ്. ഇസ്ലാമിക് ബാങ്കുകൾക്ക് ബാങ്ക് നഗാര മലേഷ്യ ഇഷ്യൂ ചെയ്ത ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അത് നോർമൽ കോൺട്രാക്റ്റുകൾക്ക് പകരം ഓരോ കോൺട്രാക്റ്റുകളും സൊസൈറ്റി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺവെൻഷണൽ സാധനങ്ങളുടെ അതേ ഇമ്പാക്റ്റ് ആവില്ല ഈ ഇസ്ലാമിക് ബാങ്കുകൾ ഉണ്ടാവുക. അപ്പോൾ സക്കാത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ചാരിറ്റി കോൺട്രിബ്യൂഷന്, അങ്ങനെയൊക്കെ ആയിട്ട് സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്,
വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മക്കാസിദ് ഫ്രെയിം വർക്കിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിരിക്കെ തന്നെ ഇസ്ലാമിക് ഫൈനാൻസിനെതിരെ പല ക്രിട്ടിക്കുകളും വരുന്നുണ്ട്. നമ്മൾ ഈ താബീൽ ഖറാമൊക്കെ ആണെങ്കിലും പേര് മാറ്റിയ ഒരു തരത്തിലുള്ള പലിശ, പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഒരു ഇസ്ലാം കാണുന്ന ഒരു ഫണ്ടമെന്റൽസ് ഉണ്ട്, അതിൻ്റെ ഒരു ലക്ഷ്യം. എന്നാൽ ഇന്ന് നിലവിലുള്ള ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റങ്ങളാവട്ടെ അതൊന്നും ആ ലക്ഷ്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. കേവലം കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഒരു ആൾട്ടർനേറ്റീവായി പ്രവർത്തിക്കുന്നതെന്ന് മാത്രമുള്ള രീതിയിൽ പല ക്രിട്ടിക്കുകളും വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ശരിക്കുള്ള ഒരു ക്രിറ്റിസിസം തന്നെയാണ്. നമ്മളിപ്പോൾ ക്രിറ്റിസിസത്തെ നമ്മളത് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ക്രിറ്റിസിസത്തെ എതിർക്കുന്നില്ല. ഇസ്ലാമിക് ഫൈനാൻസിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആണ് ഇത് കംപ്ലീറ്റ്ലി റെപ്ലിക്കേഷൻ ഓഫ് കൺവെൻഷണൽ സിസ്റ്റം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, കാരണം ഇതിൽ ഹൗസ് ലോണിങ് ഉണ്ട്, മറ്റ് ലോൺ ഫൈനാൻസിങ് ഉണ്ട്. പക്ഷേ ഇസ്ലാമിലും ഉണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു, അതിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു എന്ന ഒരു പോയിന്റാണ്. പക്ഷെ ആക്ച്വലി എന്താണ് ഇതിൽ നടക്കുന്നത്? ഇതിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു റിസ്ക് ഷെയറിങ്, അതേപോലെ തന്നെ മറ്റു ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഗൽ മാക്സിമാണ് അൽ ഗുനും ബിൽ ഗുറും എന്ന് പറഞ്ഞിട്ടുള്ളത്. റിവാർഡ് വിത്ത് റിസ്ക്, നോ റിവാർഡ് വിത്തൗട്ട് റിസ്ക്. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക്സ് സ്വാഭാവികമായിട്ടും ഓണർഷിപ്പ്, മിൽക്കിയത്ത്, ഈ സാധനങ്ങളുടെ ഒക്കെ വരലിലൂടെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് ആയിട്ടുള്ള മുഷാറക്ക, മുലാറബ കോൺട്രാക്റ്റുകളിലൊക്കെ അഡീഷണൽ റിസ്ക് എടുക്കുന്നുണ്ട്. ശരിക്കും ആ ഭാഗങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, ഇവർ ഈ ക്രിറ്റിസിസം ചെയ്യുന്ന ആളുകൾ നോക്കുന്നില്ല. അവർ ഇതിൻ്റെ ഔട്ട്കം എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകളിൽ നോക്കിയിട്ട് അതന്നെയുള്ള ഇവിടെയും എന്ന് പറയാണ്. ശരിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ബിയോണ്ട് ദ കോൺട്രാക്ട് നോക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അതേസമയം പല കൺട്രീസുകളും, ഇപ്പോൾ മലേഷ്യ ഒക്കെ തന്നെ ചില സംഗതികളൊക്കെ അവർ മസ്ലഹത്ത് ബേസ് ചെയ്തിട്ടൊക്കെ കൺവെൻഷണലിൻ്റെ അതേ സാധനങ്ങൾ തന്നെ ഇസ്ലാമിക് ബാങ്കുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിനെ ഇപ്പോൾ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള മക്കാസിദ് ഫ്രെയിം വർക്ക്, അതിലൂടെ അതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് അതൊന്നും ഇല്ലാതെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ജസ്റ്റിസ്, വസതിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ അലൈൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനൊക്കെ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇസ്ലാമിക സിസ്റ്റത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. അത് സ്ലോലി ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില മക്കാസിദുകളൊക്കെ വെച്ചിട്ട് ചില മഫ്സദത്തുകളും മസ്ലഹത്തുകളൊക്കെ പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും ഇസ്ലാമിക് ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്ങിലൊക്കെ ഉള്ള കോൺട്രാക്റ്റുകളൊക്കെ ശരിയാ പ്രകാരം തന്നെയാണ് നടക്കുന്നത്. പൂർണ്ണമായിട്ടും എല്ലാ ബാങ്കുകളും അങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പോൾ പല കോർട്ടുകളിലും പല വിഷയങ്ങളിലും ശരിയായ ഇഷ്യൂസിന്റെ പ്രകാരം കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നേരത്തെ STGയുടെ വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞ പോലെ ശരിയ വൈറ്റ് വാഷിംഗ് എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അത് നടത്തുമ്പോൾ ആളുകൾക്കുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിക് ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവർ സർവീസ് ചെയ്യുന്നതെങ്കിൽ ആളുകൾക്കുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അത് ബാങ്കിന്റെ പരാജയത്തിന് ഉള്ള ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ പരമാവധി ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇസ്ലാമിക് വാല്യൂസ് നോക്കാറുണ്ട്. ശരിക്കും ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ, ഓഡിറ്റർ, ഇവരുടെ റോള് വരുന്നത്. ഇപ്പം എല്ലാ ബാങ്കിനും ഇപ്പോൾ സൗദി ആവട്ടെ അല്ലെങ്കിൽ മലേഷ്യ ആവട്ടെ പാകിസ്ഥാൻ ആവട്ടെ ഇവർക്കൊക്കെ ഒരു ബാങ്കിങ് ആവട്ടെ മറ്റു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ അവിടെയൊക്കെ ഒരു ശരിയ ബോർഡ് ഉണ്ട്. സെൻട്രൽ ബാങ്കിന്റെ കീഴിൽ തന്നെ അവർക്കൊരു ശരിയ ബോർഡ് ഉണ്ടാവും. അവർ ശരിയ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്ത പ്രകാരം മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഈ ശരിയ അഡ്വൈസേഴ്സിന്റെ ഓഡിറ്റേഴ്സിന്റെ റോള് വരുന്നത്. അപ്പോൾ ഇവിടെ ശരിയ ബോർഡ് ഉണ്ട്, അതേപോലെ ബാങ്കിലും ഒരു ശരിയ ബോർഡ് ഉണ്ടാവും. അവർക്ക് ഈ ബാങ്ക് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും മോണിറ്റർ ചെയ്യണം. ഒരു പ്രോഡക്റ്റ് അവർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ ശരിയ ബോർഡിന്റെ പെർമിഷൻ കിട്ടണം. അപ്പോൾ
ആ ഒരു രീതിയിൽ ആകുമ്പോൾ കൃത്യമായ രീതിയിൽ ഓഡിറ്റിങ്ങും മോണിറ്ററിങ്ങും നടക്കുന്നുണ്ടെങ്കിൽ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് ബാങ്കിങ് ശരിയ അലയൻസിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി ഒരു 2024 ഒരു കണക്ക് നോക്കിയപ്പം ഏകദേശം 100 മില്യൺ റിങ്കിറ്റോളം ഈ ഒരു മേഖലയിൽ മലേഷ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് ഫൈനാൻസിങ് മേഖലയിൽ പുതിയ ടൂൾസുകൾ കണ്ടെത്താനും ഉള്ള ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യാനും ഏകദേശം നമ്മളൊരു ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 200 കോടിയിലധികം വരും. അപ്പോൾ ഉസ്താദ് നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചു, ഉസ്താദ് അവിടെ ചെന്നപ്പോൾ മലേഷ്യ ഒരു ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഒരു ഹബ്ബായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് മലേഷ്യ ഇത്ര അധികം പണം ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മലേഷ്യയിൽ പിന്നെ അവിടെ 59% മുസ്ലിംസാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു കൺവെൻഷണൽ ഫൈനാൻസിൻ്റെ അൾട്ടർനേറ്റീവ് അവർ ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മൾ മലേഷ്യയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അൻവർ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അദ്ദേഹം അധികാരത്തിൽ കയറി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓൾ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്താൻ പോകുന്ന പ്രൊജക്റ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേര് മലേഷ്യൻ മദനി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നേരിൽ പോയി കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് മലേഷ്യൻ മദനി എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു മദനി എന്ന് പറയുന്നത് സിവിലൈസേഷന്, പ്രവാചകരുടെ കാലഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടാക്കിയ ഒരു സിവിലൈസേഷൻ ഉണ്ട്. ആ ഒരു സിവിലൈസേഷന്റെ ഒരു റെപ്ലിക്കേഷന് അദ്ദേഹം മലേഷ്യയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇസ്ലാമിക് ഫൈനാൻസിനെ അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ മലേഷ്യയിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇസ്ലാമിക് ഫൈനാൻസ് അതുപോലെ ഇസ്ലാമിക് എക്കണോമിക്സിൽ പുതിയ രീതികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്യുവർ ശരിയ അലൈൻ ചെയ്തിട്ടുള്ള രീതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ഈ ഗവൺമെൻറ് ഇൻസിഫിനും അതുപോലെ തന്നെ IUM-ൻ്റെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ട്, അവർക്കുമായിട്ട് 10 മില്യൺ റിങ്കിറ്റാണ് എന്ത് ചെയ്തത്, അവർക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്തത് ചെലവഴിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഓഫ് ഇസ്ലാമിക് ഫൈനാൻസ് എങ്ങനെ ആയിരിക്കണം എന്ന് ഇൻസിഫും IIBF ഒക്കെ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. അത് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായിട്ട് നമുക്ക് തോന്നിയത്. കാരണം അവർ നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം, അതിൻ്റെ പ്രിൻസിപ്പിൾസുകളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ഇസ്ലാമിക് ബാങ്കിങ്സുകളൊക്കെ മഖാസിദ് ശരിയ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ ബിയോണ്ട് ദ കോൺട്രാക്റ്റ്, നമ്മൾ ജസ്റ്റ് ഒരു കോൺട്രാക്റ്റുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ശരിക്ക് പ്യുവർ ആയിട്ടുള്ള ശരിയ സൊല്യൂഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ മഖാസിദ് ഫ്രെയിം വർക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റുകളൊക്കെ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഫ്യൂച്ചറിൽ സ്വാഭാവികമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന അതുപോലെ ഫെയർനെസ് ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ഇസ്ലാമിക് ഫൈനാൻസ് മലേഷ്യയിൽ വരും എന്നുള്ളതാണ് അവരുടെ പ്രോജക്റ്റുകളൊക്കെ നമ്മോട് പറയുന്നത്. ഇതിപ്പോൾ മലേഷ്യ അല്ലാണ്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ പുതിയതായിട്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പോൾ പിന്നെ മലേഷ്യ അല്ലാതെ ഖത്തറും അതുപോലെയുള്ള ഇസ്ലാമിക് കൺട്രീസുകളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മുസ്ലിം മജോറിറ്റി കൺട്രീസുകളിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ബാങ്കുകൾ അഡോപ്റ്റ് ചെയ്യാൻ. മാത്രമല്ല ഇപ്പോൾ നോൺ മുസ്ലിം കൺട്രീസുകളും UK, US, ഓസ്ട്രേലിയ കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്ത് ചെയ്തു, അവിടെ ഇസ്ലാമിക് ബാങ്ക്സുകൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ചൈനയിൽ വരുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക് ബാങ്ക്സും ഒക്കെ, കാരണം ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഫൈനാൻസിങ്ങിലേക്ക് ബന്ധപ്പെടുത്തുക എന്നുള്ളത് കൺട്രീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അവരെന്ത് കാരണമാണ് അതിൽ നിന്ന് ബാക്ക്വേർഡ് നിൽക്കുന്നത്, അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു കൺട്രി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പല കൺട്രീസുകളിലും മുസ്ലിംസ് ആവട്ടെ നോൺ മുസ്ലിംസ് ആവട്ടെ പുതിയ കാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ നമ്മളെ 20 കോടിയിലധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ആയിട്ടില്ല? ശരിക്കും ഇന്ത്യയിൽ എന്തുകൊണ്ടില്ല എന്നുള്ളത് വളരെ കോമഡിയാണ്. കാരണം നമ്മൾ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ പിയനേഴ്സ് നോക്കുകയാണെങ്കിൽ അതിനെ ലീഡ് ചെയ്ത ആളുകൾ, അതിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്, ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ അതിൻ്റെ തേർഡ് ജനറേഷനിൽ നിൽക്കുന്ന ആളുകളാണ്.
ഈ ഫസ്റ്റ് ജനറേഷനിൽ ഒരുപാട് ഇന്ത്യ ഉണ്ട്, അല്ലെങ്കിൽ അവിഭക്ത ഇന്ത്യയിൽ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു പിന്നെ ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിം എക്കണോമിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഉസ്മാനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. അതെ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും മൗദൂദിയാണ്, അബുലാല മൗദൂദി. അദ്ദേഹം ഒരു ഇന്ത്യൻ സ്കോളറാണ്. അതുപോലെ തന്നെ നജിയത്തുള്ള സിദ്ദീഖി ഇസ്ലാമിക് മോണിറ്ററി സിസ്റ്റത്തെ പരിചയപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളിലെ ഒരാളാണ് ഉമർ ഛാപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അദ്ദേഹം ബോംബെയിൽ ജനിച്ച ആളാണ്. അങ്ങനെ നമ്മൾ ഇസ്ലാമിക് എക്കണോമിസ്റ്റുകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻസിന്റെ അല്ലെങ്കിൽ നമ്മളെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനുള്ള അവിഭക്ത ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ റിസർച്ചുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകളുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്ത സൈറ്റുകളിൽ അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളറിലൊക്കെ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കാണാൻ പറ്റും. ആ റിസർച്ചുകളിലൊക്കെ പറയുന്നത് പിന്നെ ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഓപ്പർച്യൂണിറ്റി വെരി ബിഗ് ആണ്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ 200 കോടിയിലധികം ജനങ്ങൾ, അതായത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ അവർക്ക് പറ്റുന്ന ഒരു മെക്കാനിസം ഇല്ല എന്ന് പറയുന്നത് സങ്കടമാണ്. ഇപ്പൊ മലേഷ്യയിൽ മുമ്പ് മോഡി വന്ന് പോയ സമയത്ത് ഇതുപോലെയുള്ളൊരു സിസ്റ്റം, അതായത് ഇസ്ലാമിക് ആൻഡ് കൺവെൻഷണൽ ഉള്ളൊരു സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വരുന്നതിന് ഒരുപാട് എഫേർട്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ RBI മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അതിന് പ്രത്യേകം ഒരു കമ്മിറ്റി വെക്കുകയും അവർ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പറ്റുമെന്ന് പറഞ്ഞത് പിന്നെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ ഫീസിബിൾ അല്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവസാനം അവരെത്തുകയാണ്. RBIന്റെ റെഗുലേഷൻസ് ഇതിന് അതെ, അതിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് RBI റെഗുലേഷൻ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് മെക്കാനിസം അല്ലെങ്കിൽ സിസ്റ്റം ആണ് എന്നുള്ളതാണ്. അത് അമെൻമെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അത് അമെൻമെന്റ് ചെയ്യേണ്ടി വരും, സ്വാഭാവികമായിട്ടൊരു സിസ്റ്റം വരുമ്പോൾ അത് അമെൻമെന്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അമെൻമെന്റുകൾ മുമ്പും ബാങ്കിങ് റെഗുലേഷനുകളിൽ ആവശ്യമായ സമയത്ത് അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക്, ആ വാദത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിംസിന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ നടക്കാത്തത് എന്നാണ് റിസർച്ചുകൾ പലതും പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇസ്ലാമിക് ബാങ്ക് നോക്കണ്ട, ഇസ്ലാമിക് ഒരു നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സാധ്യതയുണ്ടോ? ഇസ്ലാമിക് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ആയിട്ട് സാധ്യത ഉള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ അത് സപ്പോർട്ട് ചെയ്തിരുന്നു, അൽബറക്ക ബാങ്കൊക്കെ വന്നിരുന്നു. പക്ഷെ അത് ഇതേപോലെയുള്ള ചില പിന്നെ ആളുകളുടെ ഹർജി പ്രകാരം അതിൽ ചില വിലക്കുകളും അവരുടെ ട്രാൻസാക്ഷനുകളിൽ ഫ്രീസ് ചെയ്യപ്പെടുകയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം സെബിയൊക്കെ ഇപ്പോൾ സെബിയുടെ ലോസിലൊക്കെ ഇസ്ലാമിക് അല്ലെങ്കിൽ ശരിയ ഇൻഡെക്സ്, അതുപോലെ എത്തിക്കൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉള്ള ഒരു രീതിയും നമ്മുടെ നാടുകളിൽ ഉണ്ട്. നമ്മളിപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിങ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലുള്ള കരിയർ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അവനുള്ള അവസരങ്ങൾ? കരിയർ സ്കോപ്പുകൾ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക് ബാങ്കുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഫിൻടെക്കുകൾ, പുതിയ സ്റ്റാർട്ടപ്സുകൾ, ഇതൊക്കെ അവൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റികളാണ്. ഇതിലൊക്കെ ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കുകളോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സുകളോ ഇതിലൊക്കെയുള്ള അവൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശരിയ ബേസ്ഡ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ശരിയ ബോർഡ് അപ്രൂവ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇസ്ലാമിക് ബാങ്കുകളിലും മറ്റുമൊക്കെ ഉള്ള ശരിയ അഡ്വൈസിങ്, ശരിയ ഓഡിറ്റിങ്, ഇപ്പോൾ സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ ആൻഡ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷന് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ GCC കൺട്രീസുകളിലൊക്കെ ഇസ്ലാമിക് ബാങ്കുകൾ ഇന്റേണൽ ശരിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിങ് ആക്ടിവിറ്റീസുകളൊക്കെ മോണിറ്ററിങ് ചെയ്യുക, അത് ശരിയ ലോസിനോട് സ്റ്റാൻഡേർഡ്സിനോട് കോംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇത് ആളുകൾക്ക് ഈ നോളജ് ഷെയർ ചെയ്യുക, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്ക്
ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഒരു കടന്നുവരവ് നോക്കുകയാണെങ്കിൽ ഉസ്താദ് നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചു 1900-ന് ശേഷമാണ് പ്രധാനമായിട്ടും സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കടന്നു വരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരും ഒട്ടുമിക്ക പണ്ഡിതന്മാരും പുതിയ കാല പണ്ഡിതന്മാരായിരിക്കും. അപ്പോൾ അവരെ ആരൊക്കെയാണ്, അവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അഹമ്മദ് നജ്ജാർ പറഞ്ഞു. അഹമ്മദ് നജ്ജാർ ഈ പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം 1963 എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈജിപ്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ആ സമയത്ത് തന്നെ മലേഷ്യയിൽ തമ്പുങ് ഹാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സജീവമായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്കണോമിക്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ ഒരു കോൺഫറൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഒരു ഇസ്ലാമിക് എക്കണോമിക്സ്, ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്കോളേഴ്സ് വളരെ ഏർലി ഉള്ള സ്കോളേഴ്സിന് നമ്മളിപ്പോൾ ഈ മൗദൂദിയെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സക്കാത്ത് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളും മറ്റുമൊക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ്, മുളാറബ ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ ആ ഒരു മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നജിയത്തുള്ള സിദ്ദീഖിയെ പോലെ, ഉമർ ഷാപ്രയെ പോലെ, അബൂ ഖുദ്ദ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കോളേഴ്സ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുണ്ട്. പലരും മരണപ്പെട്ട ആളുകളാണ്. ആ ജനറേഷൻ കഴിഞ്ഞ സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ കുറേ ആളുകൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു ജനറേഷനിലൊക്കെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത്. പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ മൻസൂർ കഹഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടർക്കിഷ് സ്കോളർ ഉണ്ട്. പിന്നെ പാകിസ്ഥാനി സ്കോളേഴ്സ് മുഫ്തി തക്കി ഉസ്മാനിയെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് സ്കോളേഴ്സ് ഇതിൻ്റെ പിന്നിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. IOFI പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, IFSB പോലെയുള്ള മലേഷ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള IFSB ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ശരിക്ക് ഇൻസിഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് മലേഷ്യയുടെ സെൻട്രൽ ബാങ്ക് നഗാര മലേഷ്യ, അതിൻ്റെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഇസ്ലാമിക് ഫൈനാൻസ് പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഓർഗനൈസേഷനുകളും ഒക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പോൾ ISDB ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക്, അത് ഈ പറയുന്ന വേൾഡ് ബാങ്കും മറ്റുമൊക്കെ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുകൾ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിം കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ കാര്യമായിട്ട് എഫേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ സഹായിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ ഒരു റോൾ മോഡൽ ആരാന്ന് ചോദിച്ചു ഉസ്താദ് എന്താ പറയുക? ഈ സ്കോളറുകളിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പഴയകാല സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഒന്നും ഇപ്പോൾ നമ്മളിങ്ങനെ റീഡ് ചെയ്യുക, ഉമർ ഷാപ്രയുടെ അതുപോലെ തന്നെ നജിയത്തുള്ള സിദ്ദീഖിയുടെ ഒക്കെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനുകൾ വായിക്കുക എന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ റോൾ മോഡലായിട്ട് ഇല്ല. ഇസ്ലാമിക് ഫൈനാൻസിൽ നമുക്ക് റോൾ മോഡലായിട്ട് നമ്മുടെ പ്രൊഫസേഴ്സാണ് കാര്യമായിട്ടും ഉള്ളത്. ഇപ്പം അതിൽ തന്നെ ഇപ്പോൾ എൻ്റെ മാസ്റ്റർ തിസീസ് ഗൈഡ് ചെയ്തിരുന്ന ഒരു പ്രൊഫസർ സിയാദ് മഹ്മൂദ് എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ സ്കോളർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം 2 നോളജുള്ള ആളാണ്. ഇപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിൽ കുറച്ചുകൂടെ ഒക്കെ വളരെ ഡീപ്പ് ആകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ നോളജും വേണം, അതുപോലെ നമ്മുടെ കറന്റ് മാർക്കറ്റ് ശരിക്കും നന്നായി അറിയണം. ഈ 2 നോളജുള്ള ആളുകൾക്ക് അതിൽ നല്ല ഓപ്പർച്യൂണിറ്റികളാണ്. അപ്പോൾ ഞാൻ പ്രൊഫസർ സിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷന് അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഈ 2 വിശാലമായ നോളജാണ്. അത് അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളിലും അദ്ദേഹം നമുക്ക് 2-3 വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു വിഷയമാണ് നമുക്ക് ഉള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പോയിരിക്കും. അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയിരിക്കും. കാരണം അദ്ദേഹം ഷെയർ ചെയ്യുന്ന തോട്ട്സുകളൊക്കെ അത്രയും പ്രൊവോക്കിംഗ് ആയിരിക്കും. അതിലൊക്കെ ഒരു ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനുകൾ ഉണ്ടാവും. പല ചോദ്യങ്ങൾക്കും നമുക്കൊക്കെ ഒരു വളരെ നമുക്ക് റാഷണലി തോന്നുന്ന റെസ്പോൺസുകൾ തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നമുക്ക് റോൾ മോഡൽ ആയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രൊഫസേഴ്സ് ഒക്കെ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അവസാനമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയോട് ഉസ്താദിന് അഡ്വൈസ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇതിൽ നന്നായി മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബാക്ക്ഗ്രൗണ്ടും വേണം. ശരിയാ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും വേണം. ആ 2 ബാക്ക്ഗ്രൗണ്ടും ഉള്ള ആളുകൾ
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ലെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിലേക്ക് കടന്നു വരണം. കാരണം ഇത് ഒരിക്കലും ഒരു ഇസ്ലാമിക് ബാങ്കിന് മാത്രം ഉള്ള കാര്യമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ ബിസിനസ്സുകളൊക്കെ ശരിയാ വാല്യൂസിനോട് ടീച്ചിങ്സിനോട് അലൈൻ ചെയ്തിട്ടാണോ പോകുന്നത് എന്ന് ആരാ നോക്കുന്നത്? വളരെ കുറഞ്ഞ ആളുകളാണ് അത് നോക്കുന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകൾ. നോക്കാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് ഈ മേഖലയിൽ നോളജ് ഉള്ള ആളുകൾ കൂടുതൽ വരണം എന്നുള്ളതാണ്. കാരണം ഇബാദാത്ത് മാത്രമല്ല നമുക്കുള്ളത്. നമ്മൾ മരണപ്പെട്ടു പോയാൽ ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് മാല് നമ്മൾ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ അത് അച്ചീവ് ചെയ്തത്, നമ്മൾ എവിടേക്കാണ് അത് ചെലവഴിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ രീതികൾ, പുതിയ കാലത്ത് ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷനുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ക്രിപ്റ്റോയുടെ വേൾഡാണ്, മെറ്റാവേഴ്സുകളുടെ വേൾഡാണ്, അതുപോലെ സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ വേൾഡാണ്. അപ്പോൾ ഇത്തരം കാലഘട്ടത്തിൽ ആക്ച്വലി വാട്ട് ഈസ് ദിസ്, ഇതിൻ്റെ ശരിയാ ഒപ്പീനിയൻസും ശരിയാ ബേസും എന്താണ് എന്നൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ വേണം. ആ ആളുകൾ ഉണ്ടായാലാണ് നമുക്ക് അത് മറ്റുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രാൻസാക്ഷനുകളും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് AI ഒക്കെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ രീതികളൊക്കെ വ്യത്യസ്തമായ തലങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അതിൽ അവബോധമുള്ള അവഗാഹമുള്ള ആളുകൾ വേണമല്ലോ. അപ്പോൾ ആ ഏരിയ സ്പെസിഫൈ ചെയ്യുന്ന കുറേ ആളുകൾ വരണം. അവരെ സംബന്ധിച്ചിടത്തോളം ജോബ് എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഒരിക്കൽ ഈ ഇൻസിഫിൽ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പ്രൊഫസർ ബഹ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിക് ഫൈനാൻസ് തിരഞ്ഞെടുത്തതെന്നുള്ളത്. അപ്പോൾ കുറേ ആളുകൾ അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റികളും ഇതൊക്കെ പറഞ്ഞു. എനിക്ക് ശരി അഡ്വൈസർ ആവണം, എനിക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പർ ആവണം, അതുപോലെ അങ്ങനെ ഓരോരുത്തർ അവരുടെ ആഗ്രഹങ്ങൾ പറയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിനൊന്നും ആവരുത് ഇസ്ലാമിക് ഫൈനാൻസ് ചൂസ് ചെയ്യേണ്ടത്. ഇസ്ലാമിക് ഫൈനാൻസ് ചൂസ് ചെയ്യേണ്ടത് ഇമ്പാക്റ്റാണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇസ്ലാമിക് ബാങ്കിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള സ്റ്റാർട്ടപ്സുകൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു കരിയർ എന്നുള്ളതിനോട് കൂടെ തന്നെ സൊസൈറ്റി ഇമ്പാക്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഭാഗത്ത്. അതുതന്നെയാണ് ശരിക്കും ഇസ്ലാമും ഇസ്ലാമിക് എക്കണോമിക്സും ഒക്കെ വിഭാവനം ചെയ്യുന്നത്. അത് നമ്മൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് ആ ഒരു സ്പിരിറ്റ് കിട്ടൂല. പ്രത്യേകിച്ച് ആളുകളൊക്കെ അതിൽ നിന്ന് ഒരുപാട് വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റവും അങ്ങനെയുള്ള ഒരുപാട് സ്കോളേഴ്സൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വരണം. അതിന് നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇസ്ലാമിക് ഫൈനാൻസ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പോഷർ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം അവർ ഇവിടെ ഇസ്ലാമിക് ബാങ്കുകളൊന്നും ഇല്ലല്ലോ. നമ്മൾ കുറേ ഫണ്ടമെന്റൽ മുറാബഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റുകൾ എന്താണെന്ന് പഠിക്കുക എന്നല്ലാതെ ആക്ച്വലി എന്താണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോയി പഠിച്ചാൽ കുറച്ചുകൂടിയൊക്കെ എക്സ്പോഷർ ഉണ്ടാകും. അപ്പോൾ ആ മേഖലയിലൊക്കെ ഇനിയും ഒരുപാട് ആളുകൾ, നിങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറയിലുള്ള ആളുകൾ, പുതിയ കാലത്തിൻ്റെ ആവശ്യം അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ആ ഒരു മേഖലയിലേക്ക് ഇനിയും കടന്നു വരണം. ഏതായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ എന്നെ ക്ഷണിച്ചതിനും ഇതിൽ നിങ്ങളുമായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിച്ചതിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ ഒരുപാട് സമയം നമ്മളോടൊപ്പം നിന്ന് സംവദിച്ചതിന് വലിയ താങ്ക്സ്. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.